അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഉടച്ചു വെച്ച മുട്ടക്കറി റെഡിയാക്കിയെങ്കിൽ അതിന് അര സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുട്ട എടുത്തിട്ടുണ്ട്, ഒരു മുറിയുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെയും. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച വേപ്പില ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ സമയം. എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഒന്ന് തിളച്ച് വരാനായിട്ട്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അനക്കാതെ ഒരേ അരികത്തായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഈ 5 മുട്ടയും നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയൊന്നും ചെയ്യരുതിട്ട് അങ്ങനെ തന്നെ വെക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് ഒന്ന് തുറക്കാം കേട്ടോ. തുറന്ന് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളിത് മുട്ട പൊട്ടിച്ചൊഴിച്ചില്ലേ, ആ പൊട്ടിച്ചൊഴിച്ച സ്ഥലത്തുനിന്ന് ഒന്ന് കയ്യിലുകൊണ്ട് ഒന്ന് കോരിയെടുക്കുക. അതിപ്പോൾ ആ വശം വെന്തിട്ടില്ല. അപ്പോൾ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഞാനത് ഈ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വശവും വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ പൊട്ടിച്ചൊഴിച്ച എല്ലാ മുട്ടയും ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മറച്ചിട്ട് കൊടുത്ത് എല്ലാം മറച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് തീ കൂട്ടി വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് മൂടി വെക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ലോണം തിളച്ച് വരും. അപ്പോൾ നമ്മൾ മറച്ചിട്ടുണ്ടല്ലോ അതും വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാതെ കണ്ട 2 ഭാഗവും ഇപ്പോൾ വെന്തിട്ടുണ്ട് മുട്ടയുടെ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കറിയൊക്കെ നല്ല ചാറൊക്കെ നല്ല കുഴമ്പന്മാരിയായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇറക്കി വെക്കുക. പിന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ വെള്ളയപ്പം ചട്ടി വെച്ചിട്ട് വെള്ളയപ്പം ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഞാൻ വെള്ളയപ്പം ചുട്ടെടുത്ത് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ വെള്ളയപ്പവും ഉടച്ചു വെച്ച മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യേണ്ട ഒരു വെള്ളയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയും ഇച്ചിരി കറിയും കൂടി വയ്ക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.